ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിന്റെ ആവശ്യപ്രകാരം. അവർക്ക് വളർത്താൻ മേലായിരുന്നു, പൊന്നുപോലെ വളർത്തിയിരുന്നെങ്കിൽ. അപ്പൊ ഇപ്പോഴാണ് ഇതെല്ലാം ആയത്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നിറസാന്നിധ്യമായിട്ടുള്ള ഒരു രേണുസുതി ഉണ്ട്. ഇപ്പം സാഹചര്യങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ കൊണ്ടിട്ട് ഇപ്പോ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യലൊക്കെ കുറവ് ആയി തുടങ്ങി. ആൽബംസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കീമോ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന് അവർക്ക് എത്തിക്സ് ഇതുണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ ആൽബം പുറത്തു പോകാൻ പറ്റത്തില്ല, കീമോ വരെ. പക്ഷെ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നില്ലേ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ? അയ്യോ ഉണ്ടോന്നോ. പിന്നെ ആകെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടുകാരെ കണ്ടോണ്ട് വേറെ വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. എൻ്റെ ചേച്ചിയെ സമ്മതിക്കണം. എന്നെ കുളിപ്പിക്കുന്നവരെ ചേച്ചി എനിക്ക് പറ്റത്തില്ല, കുളിക്കാൻ തന്നെ പറ്റത്തില്ല, ഇപ്പോഴും പറ്റത്തില്ല. ഈ കൈ ശ്രദ്ധിക്കണം നമ്മൾ. ഇതാണ് കള്ളാണെന്ന് പറഞ്ഞു അല്ലേ? ഇതാണ് കള്ളാന്ന് പറഞ്ഞത്. അപ്പുറത്തെ കൈ കാണിച്ച ഇത് ഓൾറെഡി ഇട്ടതാണ്. ഇവിടെ പിക് ലൈൻ ഇട്ടിട്ട് ഇത് ഇൻഫെക്ഷൻ ആയടാ. ഇൻഫെക്ഷൻ ഹാർട്ടിലോട്ട് കിടക്കുന്നതായിരുന്നു. അപ്പൊ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തിട്ട് ഇപ്പുറത്തെ കയ്യിലോട്ടിട്ട്. കാരണം ഇതിനി 3 കീമോ ഇതിനകത്തൂടെ പോകണം, ഇതിലൂടെ പോകും. നമ്മുടെ കൈ കുത്തി ഇതാക്കാതിരിക്കാനാണ് അവർ ഇതിട്ടേക്കുന്നത്. ഹാർട്ടിൽ കിടക്കുന്ന സാധനം, ഹാർട്ടിന്റെ മെയിൻ വെയിനിൽ കിടക്കുന്നതാണ്. നമ്മൾ എന്തിനാ അത് ഒട്ടിച്ചു വെക്കുന്നത്? കള്ളം പറയുന്നത്. ഇതിനും അവള് കൈ അനക്കുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റ് കഴിഞ്ഞ ദിവസം എങ്ങാണ്ട്, ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെ നമ്മൾ കൈയിട്ട് അനക്കണം, എന്നാൽ മാത്രമേ ഇത് ബ്ലോക്ക് ആകാതിരിക്കത്തില്ല. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിട്ട് ഹാർട്ടിലിടും. ഈ സാധനം കീമോപോട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിനി ഹാർട്ടിലോട്ടിടും. അതുകൊണ്ടാണ് ഞാൻ ഈ കൈയെല്ലാം അനക്കിക്കൊണ്ട് എപ്പോഴും. പിന്നെ നമ്മുടെ മനസ്സ് നമ്മൾ എങ്ങനെ ഓടി നടന്നാ ചിത്ര, ഞാൻ എങ്ങനെ ഓടി നടന്നാന്നറിയാം. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഓടി നടന്നാ ഞാൻ. പെട്ടെന്ന് ഒരു നിമിഷത്തിന് ഇങ്ങനെ ആകുമ്പോ അത് ആകുന്നവർക്കേ അറിയത്തില്ല. ആർക്കും വരത്തല്ലെന്ന്, ഒരു ശത്രുവിന് പോലും ഈ ഒരു മാരക രോഗം വരുത്തല്ലേ ഭഗവാനെ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഞാൻ ക്യാൻസർ തുടങ്ങിയപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അവരന്ന് എന്നോട് പറഞ്ഞത്, ഈ ക്യാൻസർ ജേണിയിൽ ഞങ്ങളും ഉണ്ട് രേണു, ഞങ്ങളൊപ്പം ഉണ്ട്, കൂടെ പൊക്കോളാൻ പറഞ്ഞ ആരും ഒരു മെസ്സേജും ഇല്ല, അവരോട് വിളിയില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവർ, എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല, എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവർ വരാം രേണു, ഞങ്ങൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ട് വരാം കേട്ടോ, ഞങ്ങൾ വന്നിരിക്കും. ആരും വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് എന്നെ കാണാൻ വന്നത്. സീമാജി നായരൊക്കെ എന്നെ കാണാൻ സത്യമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയവരൊക്കെ വന്നത്. സീമ ചേച്ചി വന്നിരുന്നു അല്ലേ? ഹോസ്പിറ്റലായിരുന്നു, എന്നെ കാണാൻ അധികം പറ്റില്ല. കാരണം ഐസിയുലായിരുന്നു, ഐസിയുൽ കയറ്റത്തില്ല, ഐസിയുലൊന്നും കയറാൻ പറ്റത്തില്ല. അതിനെന്ത് വിവാദം ഉണ്ടായി, ആ സ്ത്രീക്ക്, ആ ചേച്ചിക്ക് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായെന്നറിയോ ഐസിയു കയറി. അതൊരു AI ആയിരുന്നു ഫോട്ടോ. ഐസിയുൽ, മെഡിക്കൽ കോളേജിൻ്റെ ഐസിയുലൊന്നും ഒരു മനുഷ്യനെയും കയറ്റത്തില്ല. എൻ്റെ ചേച്ചി ആകെ വരുന്നത് എന്നെ കാണാനും, അല്ലാതെ എന്തെങ്കിലും ഫുഡ് തരാനും, ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോകാനും, വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകാനുമാണ് വരുന്നത്. അവർ ആശുപത്രി വന്നെന്നുള്ള എന്നെ കണ്ടിട്ടില്ല, ICU വന്ന് കണ്ടിട്ടില്ല, എന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർ വന്നു, ചേച്ചി എനിക്ക് വേണ്ട സഹായം ചെയ്തു. ഇപ്പം ചേച്ചി ആ ഒരു സമയത്ത് കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അറിയോ. കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മളെ അമ്മയെന്ന് വിളിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, 2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്, ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ തോന്നുന്നു. കിച്ചുവിനെ പറ്റി ഞാൻ അന്ന് പാടുന്ന പാട്ടായിരുന്നു. കിച്ചുവിനെ പറ്റി ഓർക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയുന്നവരോടാ പറയുന്നത്. അന്ന് ഞാൻ ഓർക്കുന്ന പാട്ടായിരുന്നു. സൗണ്ടൊന്നും ശരിയാകത്തില്ല, ഞാൻ പാടാം. കാർത്തിക രാത്രിയിലെൻ കൈക്കുമ്പിളിൽ വീണമുത്തേ, കൈ വളർന്നും മെയ് വളർന്നും കൺമണിയാ തീർന്നതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂർത്തതല്ലേ. അങ്ങനെ ഞാൻ നോക്കിയാണ് ആ കൊച്ചിനെ. ആ കൊച്ചാണിപ്പം വലുതായി കഴിഞ്ഞപ്പം, ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മേ, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാനല്ലേ പറയത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പോൾ ചിത്ര പറഞ്ഞു, എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ
മാക്സിമം നമ്മൾ മനുഷ്യരാണ്, നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല, മാക്സിമം ഞാൻ അത്ര സ്നേഹിച്ചെടുക്കും. എൻ്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടില്ല. അത് സുധിച്ചേട്ടനറിയാം, എപ്പോഴും പറയാനും സുധിച്ചേട്ടൻ. അതിന് ഉദാഹരണം ആരും പറയണ്ട. സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് ഫാമിലിയെ കാണിച്ചു, ഞങ്ങളെ കാണിച്ചു. ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. രണ്ടാനമ്മയെന്ന് പറയുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല, അവളുടെ സ്വന്തം മോനെ. അങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആരും വെച്ച് പറഞ്ഞൊന്നുമല്ല, ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ഞാൻ കൊണ്ടു നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് അവനും അറിയായിരുന്നു. എന്നിട്ടാണ് അവനിപ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് പൈസ അയക്കോ എന്തോ ആകട്ടെ, എന്തിനും അറിയത്തില്ല, എല്ലാവരും അമ്മേനെ നെഗറ്റീവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന, റീച്ച് ഉണ്ടാക്കുന്ന, എന്നാൽ നമുക്കൊന്നും ചെയ്യാം എന്നായിരിക്കും ഓർത്തത്. ചിലപ്പോ ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള ഒരു പടിയായിട്ടായിരിക്കും. കേറട്ടെ, സന്തോഷം, കേറട്ടെ, കയറി വിന്നാകട്ടെ, സന്തോഷം. നമ്മൾ എന്തായാലും അതിനകത്തൊന്നും കാണാനും പോകുന്നില്ല. കാരണം എനിക്കിവിടെ വയ്യാതെ കിടക്കും, TV ഓൺ ആക്കുന്നില്ല, നമ്മൾ അവിടെ കിടപ്പായിരിക്കും. സന്തോഷമേ ഉള്ളൂ. പക്ഷെ മനസ്സുകൊണ്ട് എന്നും പ്രാർത്ഥന ഉണ്ടായിരിക്കും. കിച്ചു ഇത് കേൾക്കുന്നുണ്ടെങ്കിലോ, കിച്ചു ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ. ഞാൻ അതുപോലെ സ്നേഹിച്ച, അത് അവനറിയാം എങ്ങനെയാണ് ഞാൻ അവനെ കണ്ടെന്ന്. അത് എനിക്കും അവനും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലോ? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും, ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടോ, അവനാണത് അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മെസ്സേജ് അയച്ചു, കിച്ചു ഞാൻ ഗുഡ്, അല്ലെങ്കിൽ അവൻ അന്ന് അമ്മേ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു കിച്ചൂർ അമ്മ ഇത് വേണ്ട, ശരിയാ. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് ഈ പൈസ ഫസ്റ്റ് അയച്ചു കൊടുത്തപ്പോ, ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് എമൗണ്ട് അയച്ചു കൊടുത്തപ്പോ എങ്ങനെയല്ല മോനെ അയച്ചു കൊടുക്കുന്നത്? അവൻ ചോദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്നും ബോധമുണ്ടാവുമല്ലോ കുട്ടിക്ക്. പിന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്ത് കൂടി കിട്ടിയതല്ലേ എന്ന് പറയാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു, അമ്മ ഹൃദപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു, എടാ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല, പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അമ്മ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് ഈ മാസം ഈ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എന്താ ഇത്രയും തെറിയിട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ എനിക്ക്? എത്രയോ പേര് ഞാനുമായിട്ട് ബന്ധപ്പെട്ട സംഘടന വരെ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആരും, പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് എന്താണ് കാര്യങ്ങൾ, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വിളിച്ച് തിരക്കിയിട്ടില്ല. ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം ഇല്ലാണ്ട് ഒരു കുട്ടി വളരുമ്പോ, ഒരു ആൺകുട്ടി വളരുമ്പോ അവര് വഴിതെറ്റി പോവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസവും കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിലെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അച്ചമ്മ നോക്കി കുട്ടിയല്ലേ അത്? അല്ലേ, എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്, ഞാൻ നന്നായിട്ട് നോക്കിയില്ലേ? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ വിട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ടപ്പം വഴിതെറ്റിപ്പോയി? ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എൻ്റെ അച്ചാമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അച്ചാമ്മ വളർത്തിയ കുട്ടി എങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ചമ്മ, അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വല്യച്ഛനും വല്യമ്മയും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽ ദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ. ഞങ്ങൾ ഒരു അമ്മ മകൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മനസ്സാലോചിക്കും. എനിക്കെന്ത് കുട്ടികളൊന്നും ഇല്ല. പിന്നെയാണ് കിച്ചു, പിന്നെ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചതാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം, ആ സമയത്ത് എൻ്റെ വീട് അപ്പൂൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമമായി, ഇവന് വേറെ വിഷമിപ്പിക്കരുതെന്ന് ഓർത്ത്.
പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു അനിയനെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചേക്കുന്നത്. അപ്പം അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് അമ്മ എന്ന നിലയിൽ. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അവനെ. എത്രയോ പേര് സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ, ഇല്ലേ? കടലിലെറിഞ്ഞ് കൊല്ലുന്നില്ലേ സ്വന്തം മക്കളെ? ഞാനൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ആ കുട്ടി അന്നേ പോകത്തില്ലേ, ഈ വളർത്തിയോരുടെ അടുത്ത് പോകത്തില്ലേ? പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ ഈ എൻ്റെ ഭർത്താവ് തൊട്ടിയിട്ട് സ്റ്റേജിൻ്റെ പുറകിൽ ഒക്കെ ഈ കുഞ്ഞിനെ വളർത്തിയത്, നോക്കിയത്? പല ആർട്ടിസ്റ്റുകളും കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അന്നൊന്നും എനിക്കറിയത്തില്ല ഇവരെ. ഇത്രയും വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? സുധിച്ചേട്ടൻ ഈ വിഷമിച്ച് ഈ മനുഷ്യൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് സ്റ്റേജിൻ്റെ പുറകിൽ എന്തുകൊണ്ട് കിടത്തി ചോദിക്കുന്നു ഞാൻ. അവർക്ക് വളർത്താൻ മേലായിരുന്നോ പൊന്നുപോലെ വളർത്തിയിരുന്നെങ്കിൽ? വീട്ടുകാർ അപ്പൊ ഇപ്പോഴാണ് ഇതെല്ലാം ആയത്.